ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. കുറച്ച് നാളായിട്ടോ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മിക്ക ക്രാഫ്റ്റേഴ്സിൻ്റെയും ടേബിളിൽ കാണുന്ന ഒരു ഐറ്റമാണ് പെഗ് ബോർഡ്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്കൊരു പെഗ് ബോർഡ് ഉണ്ടാക്കാം. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരേ സൈസിൽ ഇതേപോലെ കുറച്ച് സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചല്ല കേട്ടോ, ഫുള്ളായിട്ട് സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കണം. സ്ക്വയേഴ്സ് വരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്ററിലൊരു ബോക്സാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതേപോലെ ഹോളിട്ട് കൊടുക്കുക. പെൻസിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ഹോളിട്ട് കൊടുക്കുക കേട്ടോ. പെൻസിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. പെൻസിലൊന്ന് നല്ല പോലെ ഷാർപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് വൈറ്റ് ആക്രിലിക് കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ചാർട്ട് പേപ്പറോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചാർട്ട് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് A4 പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്യാം. ഞാൻ ആദ്യം ഇതിലേക്ക് വൈറ്റ് ആക്രിലിക് പെയിന്റ് അടിക്കാന്നാണ് വിചാരിച്ചത്. പെയിന്റ് ആയതുകൊണ്ട് തന്നെ മിനിമം 2 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കണം. ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് അടുത്ത കോട്ട് അടിക്കാൻ പറ്റും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പേപ്പർ ആവുമ്പോൾ പെട്ടെന്ന് ഒട്ടിച്ചിട്ട് പരിപാടി തീർക്കാലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പെൻസിൽ വെച്ചിട്ട് ഓളിട്ട് കൊടുക്കുന്നുണ്ട്. പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാട്ടോ. പേപ്പർ ഒട്ടിച്ചോണ്ട് തന്നെ ഈ ഒരു ഹോള് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലൈറ്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഒന്ന് വെച്ചാല് പെട്ടെന്ന് ഹോള് കാണാട്ടോ. അങ്ങനെ നേരത്തെ ചെയ്ത പോലെ ഫുള്ളായിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബോർഡിലേക്ക് ആവശ്യമായ കുറച്ച് ഓർഗനൈസ് ബോക്സസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിക്ക് നിങ്ങളെ കയ്യിലുള്ള സോപ്പിൻ്റെ ബോക്സോ അല്ലെങ്കിൽ മിഠായിൻ്റെ ബോക്സോ അങ്ങനെ നിങ്ങളെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ബോക്സസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബോക്സസ് ഒക്കെ എടുത്തിട്ട് ഇതേപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിലുള്ള ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു വലിയ ബോക്സിനെ നേരെ ഹാഫാക്കി കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തുകൊണ്ട് തന്നെ അതൊന്ന് ഇളകിപ്പോരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ഓർഗനൈസർ ബോക്സ് ആണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫെറാറോ റോഷർ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ ആ ഒരു ബോക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗനൈസർ എല്ലാം ഹുക്ക് വെച്ചിട്ടാണ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹുക്ക് വെക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. കാരണം നമ്മളെ ഓർഗനൈസറിൻ്റെ പ്ലേസ് മാറ്റണം എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് മാറ്റാമല്ലോ. ഡബിൾ സൈഡ് ആകുമ്പോൾ അതൊന്ന് ഇളക്കി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മളെ പെഗ് ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് റിബൺസും പെൻസും ഒക്കെ വെച്ചിട്ട് ബോർഡൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. പെഗ് ബോർഡ് ഞാൻ ബാക്ക് വശത്ത് ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് ചാരി വെച്ചിട്ടേ ഉള്ളൂ. കാരണം അവിടെ നിന്ന് ചേഞ്ച് ആക്കണം തോന്നിയാൽ ജസ്റ്റ് എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പെഗ് ബോർഡ്? എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചോട്ടാ.